ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താൻ ചെയ്തു പോയ തെറ്റിന് ഒരു പ്രായശ്ചിത്തമായിട്ട് രോഹിത് ശരണ്യനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ബാലചന്ദ്രൻ്റെയും സമ്മതത്തോടു കൂടിയാണ് ശരണ്യനെ രോഹിത് കൂട്ടിക്കൊണ്ടുവരുന്നത്. എന്നാൽ ഈ ഒരു കാര്യം മാത്രം വൈജയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ശരണ്യനെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്നുള്ള ഒറ്റ ചിന്താഗതിയിൽ നടക്കുകയായിരുന്നു വൈജ. അങ്ങനെ അലീനയും ശരണ്യയും ബബിതയും കൃഷ്ണമോളും ഒക്കെ കൂടെ ഇരുന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റൂമിലേക്ക് രോഹിത് കടന്നു വരുന്നുണ്ട്. ശരണ്യ അവിടെ വല്ലാത്ത കരച്ചിലാണ്. അലീന അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അലീനയുടെ തോളിൽ കെട്ടിപ്പിടിച്ച് അവൾ ഭയങ്കര കരച്ചിൽ തന്നെയാണ്. രോഹിത് ശരണ്യയോട് പറയുന്നുണ്ട്, നിന്റെ ഈ വിഷമത്തിന് കാരണം ഇപ്പോൾ ഞാനാണ്. എന്നോട് നിനക്ക് വെറുപ്പും ദേഷ്യമൊന്നും തോന്നരുത്. നിന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ള ഒരുറപ്പിന്മേൽ തന്നെയാണ് ഇങ്ങോട്ട് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. എൻ്റെ ഈ 3 സഹോദരിമാരെ പോലെ തന്നെ ഞാനുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ എൻ്റെ അച്ഛനുള്ളിടത്തോളം കാലം നീ ഇവിടെ സുരക്ഷിതയായിരിക്കും. പക്ഷേ അമ്മ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്തായാലും നീ കരയാതിരിക്കുക ശരണ്യയെ. ഈ പറയുന്നൊന്നും നീ കാര്യമായിട്ട് എടുക്കേണ്ട ഇല്ല. ഒരു ചെവിയിൽ കൂടെ കേട്ട് ഒരു ചെവിയിൽ കൂടെ കളഞ്ഞാൽ മതി. അപ്പോൾ ശരണ്യ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇല്ല രോഹിത്തേട്ടാ, ആ ആൻറ്റി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കാരണം എത്രയെല്ലാം പ്രേമിച്ചാലും എന്തെല്ലാം സംഭവിച്ചാലും ആ പുള്ളി വിളിച്ചപ്പോൾ ഞാൻ അവരുടെ കാറിൽ കയറി പോകാൻ പാടില്ലായിരുന്നു. അവനെൻ്റെ ആരാണെന്ന് പോലും ഞാനപ്പോൾ ചിന്തിച്ചില്ല. അവൻ വിളിച്ചപ്പോൾ ഞാൻ കാറിൽ കയറിപ്പോയി. പക്ഷേ രോഹിത്തേട്ടാ, ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അവനെ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ വണ്ടിയിൽ കയറിയത്. അവൻ എന്നെ ചതിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. എന്നെ ചതിച്ച് മറ്റുള്ള അവൻ്റെ കൂട്ടുകാർക്ക് എന്നെ കാഴ്ചവെക്കുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചില്ല. ഇതെല്ലാം കേട്ട് അലീന എന്തു പറയണമെന്നറിയാതെ അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അലീനയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ചേച്ചി വിഷമിക്കേണ്ട, ഞാൻ പഴയ പോലെ തന്നെയാണ്. എനിക്ക് അത് ഓർക്കുമ്പോൾ ഒരു ചെറിയ സങ്കടമുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഓരോന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ട്. എന്നാലും ഒരിക്കലും പഴയ ഭ്രാന്തിലേക്കൊന്നും ഞാൻ പോവില്ല. ചേച്ചി അതൊന്നും ഓർത്ത് പേടിക്കേ വേണ്ട. ഇതോടെ കേൾക്കുമ്പോൾ അലീന പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് ശരണ്യയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതൊന്നും അല്ല മോളെ, നിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് നിന്നെ സംരക്ഷിച്ചോളാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അവസാനം ഈ വീട്ടിലുള്ളവരുടെ വായിൽ നിന്ന് തന്നെ നീ ഇതൊക്കെ കേൾക്കേണ്ടി വന്നില്ലേ എന്ന് ചിന്തിക്കുമ്പോഴാണ്, അതൊന്നും സാരമില്ല ചേച്ചി. ഞാനിപ്പോൾ എവിടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്തായാലും ഞാനിതൊക്കെ വരുത്തി വെച്ചതല്ലേ, സാരമില്ല. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു തന്നെയല്ലേ. എന്തായാലും ഇതൊക്കെ തരണം ചെയ്ത് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരുടെയും വിഷമം കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ ശരണ്യ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ട് കൃഷ്ണമോളോട് പറയുന്നുണ്ട്, വായോ, കുറച്ച് നേരം നമുക്ക് ഈ ടെൻഷനൊക്കെ വിട്ട് ഒരു പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് ഒന്ന് ചില്ലാവാം എന്നും പറഞ്ഞ് ശരണ്യ കൃഷ്ണയുടെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. ഈ സമയത്ത് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട്. ബാലേന്ദ്രൻ വന്ന് ശരണ്യയുടെ തലയിൽ കൈവച്ച് പതിയെ തലോടിക്കൊണ്ട് പറയുന്നുണ്ട്, മോളെ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണം. ഒരിക്കലും നിന്നെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ വെച്ച് അപമാനിച്ചു വിടണമെന്ന് ഞങ്ങൾ മനസ്സിൽ പോലും കരുതിയിരുന്നതല്ല. അയ്യോ അങ്കിളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇത് ഞാനും കൂടി ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ്. അതൊന്നും സാരമില്ല. നിങ്ങളെന്താ ഇങ്ങനെ എല്ലാവരും നിങ്ങളെന്തോ വലിയ തെറ്റ് ചെയ്ത രീതിയിൽ സംസാരിക്കുന്നേ? ഞാനൊരിക്കലും നിങ്ങളെപ്പറ്റി അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്കിളൊന്നും അങ്ങനെ പറയുകയേ ചെയ്യരുത്. നിങ്ങളെ കാണിക്കുന്ന സ്നേഹമാണ് എനിക്ക് ഏറ്റവും വലുത്. ഇവരെല്ലാവരും ഇങ്ങനെ ഓരോന്നും ശോകം അടിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അലീന അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, മതി ഇനി. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ചോദിച്ചതും മാപ്പ് പറഞ്ഞതും ഒക്കെ അവൾക്കെല്ലാം മനസ്സിലായി അച്ഛാ. അവളിപ്പോൾ പഴയ ശരണ്യയല്ല. എല്ലാം ചിന്തിച്ചും അറിഞ്ഞും മാത്രം മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോൾ അവൾക്കുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ചിരിച്ചുകൊണ്ട് ശരണ്യയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ മോളെ, നാളെ തന്നെ രോഹിത്തിൻ്റെ കൂടെ പോവുകയാണോ? അതെ അച്ഛാ, നാളെ തന്നെ ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ തന്നെ പോകും. മറ്റന്നാൾ തന്നെ ഞങ്ങൾ അവിടെ ചെല്ലും. അപ്പോൾ അത് കഴിയുമ്പോൾ അതിൻ്റെ പിറ്റന്നോ ആയിട്ട് പഠിക്കാൻ കയറുകയും ചെയ്യാം. ഒരു ദിവസത്തെ ക്ലാസ് പോയാലും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ രോഹിത് പറയുമ്പോൾ ശരണ്യ പറയും, ഇല്ല രോഹിത്തേട്ടാ, ഞാൻ എന്തായാലും നമ്മൾ എത്തുന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ക്ലാസ്സിൽ കയറും. എന്തിനാ വെറുതെ ഒരു ദിവസത്തെ ക്ലാസ് മിസ് ചെയ്യുന്നേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയം വൈജയന്തി അവളുടെ അമ്മയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്.